കേരളക്കരയെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവം. ഉച്ചയ്ക്ക് ഏകദേശം 12:30 മണിയോടുകൂടി വെളിനെല്ലൂർ ഭാഗത്തുള്ള റോഡിലൂടെ ഉണ്ണി എന്നൊരു പയ്യൻ തൊട്ടടുത്ത ജംഗ്ഷനിൽ തയ്യക്കട നടത്തുന്ന തന്റെ അമ്മയുടെ കട ലക്ഷ്യം വെച്ച് സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്നു. അല്പദൂരം പിന്നിട്ട സമയത്തായിരുന്നു പിന്നിൽ നിന്നും ഉണ്ണി എന്ന് ആരോ ഒരാൾ വിളിക്കുന്നതായി ഉണ്ണിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പരിചയമുള്ള ആരോ വിളിച്ചതാകുമെന്ന് കരുതി ഉണ്ണി തിരിഞ്ഞു നോക്കിയെങ്കിലും പിന്നിലെങ്ങും ആരെയും കണ്ടില്ല. തനിക്ക് തോന്നിയതാകുമെന്ന് കരുതി ഉണ്ണി വീണ്ടും മുൻപോട്ട് പോയി. ഈ സമയത്ത് വീണ്ടും ഉണ്ണി എന്ന് വിളിക്കുന്നത് പോലെ ആ പയ്യന് തോന്നുകയും ചെയ്തു. ഭയന്നു പോയ ഉണ്ണി സൈക്കിളിന്റെ ബാലൻസ് തെറ്റി റോഡിൽ വീണു. ആ സ്ഥലത്ത് ഇനിയും തുടർന്നാൽ ശരിയാവുകയില്ല എന്ന് മനസ്സിലാക്കിയ ഉണ്ണി അതിവേഗം തന്നെ സൈക്കിൾ എടുത്തുകൊണ്ട് അവിടെ നിന്നും അതിവേഗത്തിൽ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന ജംഗ്ഷനിലെ അമ്മയുടെ തയ്യൽക്കട ലക്ഷ്യം വെച്ച് സൈക്കിൾ ചവിട്ടി തുടങ്ങി. തയ്യൽക്കടയിലെത്തിയപ്പോൾ വീടിന്റെ താക്കോൽ എവിടെയെന്ന് ഉണ്ണിയോട് അവന്റെ അമ്മ ചോദിച്ചു. എന്നാൽ പാന്റിന്റെയും ഷർട്ടിന്റെയും പോക്കറ്റിൽ പരതി നോക്കിയെങ്കിലും താക്കോൽ കാണാത്ത സാഹചര്യത്തിൽ താൻ നേരത്തെ വീണുപോയ സ്ഥലത്തെവിടെയെങ്കിലും താക്കോൽ തെറിച്ചു പോയിട്ടുണ്ടാകുമെന്ന് ഉണ്ണി മനസ്സിൽ കരുതി. വീണ്ടും താക്കോൽ എടുക്കാൻ ആ സ്ഥലത്തേക്ക് തന്നെ പോകാൻ ഉണ്ണിക്ക് ഭയം തോന്നിയെങ്കിലും തയ്യൽക്കടയിൽ നിന്നും ഉണ്ണി വേഗം സൈക്കിളിൽ താൻ നേരത്തെ വീണ ആ സ്ഥലത്തേക്ക് തന്നെ പുറപ്പെട്ടു. താൻ നേരത്തെ വീണ ആ സ്ഥലത്തൊക്കെ ഉണ്ണി താക്കോൽ പരതിയെങ്കിലും അവിടെയെങ്ങും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സമീപത്തുള്ള കുറ്റിക്കാട്ടിലേക്കെങ്ങാനും താക്കോൽ തെറിച്ചു പോയിട്ടുണ്ടാകുമെന്ന് കരുതി സമീപത്തുള്ള കുറ്റിക്കാട്ടിലൊക്കെ ഉണ്ണി ഒരു തിരച്ചിൽ നടത്തുന്നതിനിടയിലായിരുന്നു റോഡിന് താഴ്വശത്തുള്ള പാറക്കൂട്ടങ്ങൾക്കിടയിൽ എന്തോ ഒന്ന് കിടക്കുന്നത് ഉണ്ണിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉണ്ണി അതെന്താണെന്ന് നോക്കുന്നതിനായി പാറക്കൂട്ടങ്ങൾക്ക് സമീപം എത്തിയപ്പോഴായിരുന്നു നടുക്കുന്ന ഒരു കാഴ്ച ഉണ്ണി കണ്ടത്. പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഏതോ ഒരു വ്യക്തി കത്തിക്കരിഞ്ഞു കിടക്കുന്നു. ഭയന്നുപോയ ഉണ്ണി അതിവേഗം തന്നെ റോഡിലെത്തുകയും തന്റെ സൈക്കിളിൽ അമ്മയുടെ കടയിലേക്കെത്തി വിവരം അവിടെയുള്ള ആളുകളോട് പറയുകയും ചെയ്തു. ആളുകളെല്ലാം അതിവേഗം തന്നെ പാറക്കൂട്ടത്തിന് സമീപത്തേക്ക് ഓടിയെത്തി. ഉണ്ണിയും ആളുകൾക്കൊപ്പം പോകാൻ ശ്രമിച്ചെങ്കിലും ഉണ്ണിയുടെ അമ്മ കടയിൽ നിന്നും അവനെ വിട്ടില്ല. എങ്ങനെയാണ് ഉണ്ണി പാറക്കൂട്ടത്തിന് സമീപമുള്ള ബോഡി കണ്ടതെന്നായിരുന്നു അമ്മയുടെ സംശയം. ഉണ്ണി നടന്ന സംഭവങ്ങളെല്ലാം അമ്മയോട് തുറന്നു പറഞ്ഞു. വീട് പൂട്ടി അതുവഴി വരുന്ന വഴി ആരോ തന്നെ പിന്നിൽ നിന്ന് വിളിക്കുന്നതായി തോന്നിയെന്നും അത് കേട്ട് താൻ താഴെ വീണ സമയത്ത് താക്കോൽ അവിടെ എവിടെയോ തെറിച്ചു പോയതാണെന്നും ആ താക്കോൽ കൂട്ടം നോക്കുന്നതിനിടയിലാണ് പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് താൻ പോയതെന്നും ആ സമയത്ത് അവിടെ കിടക്കുന്ന ബോഡി അങ്ങനെയാണ് കണ്ടെത്തിയതെന്നും ഉണ്ണി അമ്മയെ അറിയിച്ചു. ഉച്ച സമയത്ത് അതുവഴി പോകരുതെന്നും പാറക്കൂട്ടങ്ങൾക്കടുത്തേക്ക് പോകരുതെന്നും ആ സ്ഥലം അത്ര ശരിയല്ലെന്നും അമ്മ നേരത്തെ തന്നെ ഉണ്ണിയോട് പറഞ്ഞിട്ടുള്ളതാണ്. അവർക്ക് ആ പാറക്കൂട്ടത്തിന് സമീപത്തുള്ള സ്ഥലത്തെക്കുറിച്ച് കുഞ്ഞുനാൾ മുതൽ തന്നെ ഒരു ഭയമുണ്ട്. കുഞ്ഞുനാൾ മുതൽ കേട്ടു വളർന്ന ചില കഥകളൊക്കെ ആ പാറക്കൂട്ടവുമായി ബന്ധിപ്പിച്ചുള്ളതാണ്. അതുകൊണ്ടാണ് ഉച്ച സമയത്ത് അതുവഴി കടന്നു പോകരുതെന്ന് ഉണ്ണിയോട് അമ്മ പറഞ്ഞിട്ടുള്ളത്. ഇതേസമയം അവിടെയുണ്ടായിരുന്ന നാട്ടുകാരെല്ലാം ഉണ്ണി നേരത്തെ കണ്ട പാറയുടെ സമീപത്തേക്ക് ഓടിയെത്തിയിരുന്നു. നടക്കുന്ന ആ കാഴ്ച പാറക്കൂട്ടങ്ങൾക്കിടയിൽ ആളുകൾ കാണുകയും ചെയ്തു. പാറക്കൂട്ടങ്ങൾക്കിടയിൽ കിടക്കുന്ന ബോഡിക്ക് മുഖമുണ്ടായിരുന്നില്ല. പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും കാലിന്റെ ഭാഗം പൂർണ്ണമായും ഇളകി മാറിയിരിക്കുകയാണ്. കത്തിക്കരിഞ്ഞു കിടക്കുന്നത് ഒരു സ്ത്രീയാണെന്ന് നാട്ടുകാർക്ക് വ്യക്തമായി. ആ വിവരം ഉടൻ തന്നെ അവർ പോലീസിൽ അറിയിക്കുകയും ചെയ്തു. വെളിനെല്ലൂർ സ്റ്റേഷനിൽ നിന്നും ഒരു സംഘം പോലീസുകാർ സംഭവ സ്ഥലത്തേക്ക് എത്തി. SI റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് DYSP ഉൾപ്പെടെയുള്ള സംഘം അവിടേക്കെത്തി. ഇതിനിടയിൽ ഏതെങ്കിലും മിസ്സിംഗ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് SI ഉൾപ്പെടുന്ന സംഘം സ്റ്റേഷനുകളിലൊക്കെ ഒരു അന്വേഷണം നടത്തുകയും ചെയ്തു. പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫോറൻസിക് സംഘവും സംഭവ സ്ഥലത്തേക്കെത്തി. ഫോറൻസിക് സംഘം അവരുടെ പരിശോധന നടത്തുന്നതിനിടയിൽ ചില കാര്യങ്ങളൊക്കെ പോലീസിനോട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിടക്കുന്നതിന് സമീപത്തു നിന്നും ഒരു കുപ്പി ഫോറൻസിക് സംഘത്തിന് കിട്ടി. ആ കുപ്പി വിശദമായി പരിശോധിച്ചപ്പോൾ അതിൽ ക്ലോറോഫോം ആണെന്ന് ഫോറൻസിക് സംഘം കണ്ടെത്തുകയും ചെയ്തു. പോലീസുകാരെ അതിശയിപ്പിച്ചത് ആ ബോഡിയുടെ ചുറ്റും ഒരു പ്രത്യേക രീതിയിൽ വാരി വിതറിയിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ്. അവിടെ വെച്ച് എന്തോ ചില ഹോമങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് സംഘത്തിന് സംശയം തോന്നി. ഡെഡ് ബോഡി മണ്ണെണ്ണ ഉപയോഗിച്ചാണ് കത്തിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ബോഡി ചിതറിയാണ് കിടക്കുന്നത്. തല ഉടലിനോടൊപ്പം ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നതെങ്കിലും വേർപെട്ട അവസ്ഥയിലാണ്. 2 കാലുകളും ശരീരത്തിൽ നിന്നും ഇളകി മാറിക്കിടക്കുകയാണ്. ഫോറൻസിക് സംഘം അവയൊക്കെ കൃത്യമായി തന്നെ കളക്ട് ചെയ്തു. സംഭവ സ്ഥലത്തുള്ള തെളിവുകളായി മഞ്ഞൾപ്പൊടിയും ആ പ്രദേശത്തെ മണ്ണും ആ സ്ത്രീയുടെ കത്തിക്കരിഞ്ഞ വസ്ത്രത്തിന്റെ ഭാഗങ്ങളും ക്ലോറോഫോം നിറച്ചിട്ടുണ്ടായിരുന്ന കുപ്പിയും അവിടെ ഉണ്ടായിരുന്ന കാൽപാദത്തിന്റെ അടയാളങ്ങളുമൊക്കെ ഫോറൻസിക് സംഘം ശേഖരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ പെൺകുട്ടിയുടെ പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ട്. ഐഡന്റിഫിക്കേഷൻ മാർക്കായി ഫോറൻസിക് സംഘത്തിന് പോലീസിനോട് ആകെ പറയാനുള്ള തെളിവ് അത് മാത്രമാണ്. ആ പെൺകുട്ടിയുടെ അരയ്ക്ക് താഴോട്ടുള്ള ഭാഗം പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ പോലീസ് സ്റ്റേഷനിൽ അഞ്ജന എന്നൊരു പെൺകുട്ടി മിസ്സാണെന്നുള്ള വിവരം രജിസ്റ്റർ ചെയ്യപ്പെട്ടു. പരാതി വിശദമായി വായിച്ചു നോക്കിയ പോലീസ് സംഘം അഞ്ജനയുടെ വീട്ടിലെത്തി വീട്ടുകാരുമായി സംസാരിച്ചു. അഞ്ജനയ്ക്ക് പുറമെ വീട്ടിൽ അഞ്ജനയുടെ സഹോദരിയും അച്ഛനും അമ്മയുമാണ് താമസം. അഞ്ജനയെ കാണാതാകുന്ന ദിവസം ഉച്ചയ്ക്ക് ശേഷം അഞ്ജന അവരുടെ വീടിന് സമീപത്ത് തന്നെയുള്ള കൊച്ചച്ഛന്റെ വീട്ടിലേക്ക് അല്പം പായസവുമായി പോയതാണ്. പിന്നീട് അഞ്ജന മടങ്ങി വന്നിട്ടില്ല. ഈ വിവരമറിഞ്ഞ പോലീസ് സംഘം അഞ്ജനയുടെ കൊച്ചച്ഛന്റെ വീട്ടിലെത്തി ഒരു അന്വേഷണം നടത്തി. എന്നാൽ അഞ്ജന തങ്ങളുടെ വീട്ടിലേക്ക് പായസവുമായി എത്തി 10-20 മിനിറ്റ് സംസാരിച്ചിരുന്ന ശേഷം അവിടെ നിന്ന് പോയി എന്നാണ് കൊച്ചച്ഛൻ മറുപടി പറഞ്ഞത്. അഞ്ജനയെ കാണാതെയായപ്പോൾ അവൾ തന്റെ കൊച്ചച്ഛന്റെ വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്നാണ് വീട്ടുകാർ കരുതിയത്. അതുകൊണ്ട് വൈകുന്നേരം വരെ അഞ്ജനയെ തിരക്കിയതുമില്ല.
അഞ്ജനയെ വൈകിട്ടായിട്ടും കാണാതെയായപ്പോഴാണ് വീട്ടുകാർ തിരക്കിയിറങ്ങിയത്. എന്നാൽ അഞ്ജന പായസവുമായി വന്നതിന് ശേഷം ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ആ വീട്ടിൽ നിന്നും പോയി എന്ന് കൊച്ചച്ഛന്റെ വീട്ടുകാർ മറുപടിയും പറഞ്ഞു. രാത്രിയോടുകൂടിയായിരുന്നു അഞ്ജനയെ കാണാനില്ല എന്നുള്ള പരാതി വീട്ടുകാർ സ്റ്റേഷനിൽ അറിയിച്ചത്. അഞ്ജന തനിക്കിഷ്ടപ്പെട്ട ആരുടെയെങ്കിലും ഒപ്പം ഓടിപ്പോയതാകാമെന്നാണ് ആദ്യഘട്ടത്തിൽ പോലീസുകാർ കരുതിയത്. അതുകൊണ്ട് തന്നെ അഞ്ജനയുടെ ഫോട്ടോ പതിച്ച പോസ്റ്ററുകൾ പല സ്ഥലങ്ങളിലായി ഒട്ടിക്കുകയും പോലീസുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അഞ്ജനയെ കണ്ടുകിട്ടുന്നവർ അറിയിക്കണമെന്നുള്ള നിർദ്ദേശവും ഫോട്ടോ സഹിതം നൽകുകയും ചെയ്തു. കത്തിക്കരിഞ്ഞ നിലയിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ബോഡി അഞ്ജനയുടേത് തന്നെയാണോ എന്ന് തിരിച്ചറിയുന്നതിനായി അഞ്ജനയുടെ മാതാപിതാക്കളെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അഞ്ജനയുടേതെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് പല്ലിലുണ്ടായിരുന്ന കമ്പി മാത്രമാണ്. പിന്നീട് വസ്ത്രത്തിന്റെ ചില ഭാഗങ്ങൾ കാണിച്ചപ്പോൾ അതേ രീതിയിലുള്ള വസ്ത്രങ്ങളായിരുന്നു അഞ്ജന ധരിച്ചിരുന്നതെന്നും അഞ്ജനയുടെ അമ്മ പോലീസിന് മൊഴി നൽകി. വൈകാതെ തന്നെ DNA പരിശോധന നടന്നു. ഡെഡ് ബോഡി അഞ്ജനയുടേത് തന്നെയെന്ന് തെളിഞ്ഞു. അതിക്രൂരമായി അഞ്ജന കൊല്ലപ്പെട്ടിരിക്കുകയാണ്. കൊല ചെയ്യപ്പെടുന്നതിന് മുൻപ് അഞ്ജന പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ പോലും കഴിയാത്ത ശൈലിയിലാണ് അഞ്ജനയുടെ ശരീരം കത്തിക്കരിഞ്ഞിരിക്കുന്നത്. ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം ഒരു സംഘം പോലീസുകാർ അതിവേഗം തന്നെ വിശദമായ അന്വേഷണം ആരംഭിച്ചു. അഞ്ജന പഠിച്ചിരുന്ന കോളേജ് കേന്ദ്രീകരിച്ചും അഞ്ജനയുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അയൽവാസികളെയും ഒക്കെ കേന്ദ്രീകരിച്ചും അഞ്ജനയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുമായിരുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയത്. അഞ്ജനയുടെ കോളേജ് കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തിയപ്പോൾ അഞ്ജനയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് സൗമ്യയെ പോലീസ് സംഘം പരിചയപ്പെട്ടു. സൗമ്യയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അഞ്ജനയെക്കുറിച്ച് പോലീസ് സംഘം ചോദിച്ചറിഞ്ഞു. അഞ്ജനയ്ക്ക് കോളേജിൽ അങ്ങനെ ആരുമായി തന്നെ അടുപ്പമില്ല. എന്നാൽ ഏതോ ഒരു വ്യക്തിയുമായി അഞ്ജന പ്രണയത്തിലായിരുന്നുവെന്നും എത്ര നിർബന്ധിച്ചിട്ടും അതാരായിരുന്നുവെന്ന് തന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നുവെന്നും സുഹൃത്തായ സൗമ്യ പോലീസിന് മൊഴി നൽകി. നാട്ടുകാരെയൊക്കെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും പോലീസ് സംഘത്തിന് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. ഇതിനിടയിൽ പോലീസ് സംഘം വീണ്ടും സംഭവം നടന്ന സ്പോട്ട് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. അവിടെ നിന്ന് ലഭിച്ച ക്ലോറോഫോം കൊലയാളി അല്ലെങ്കിൽ കൊലയാളികൾ എന്തിനാകാം കൊണ്ടുവന്നതെന്ന് പോലീസിന് സംശയം തോന്നി. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അഞ്ജനയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ക്ലോറോഫോം എന്തിനാണ് ഉപയോഗിച്ചതെന്ന് പോലീസിന് സംശയം തോന്നി. ക്ലോറോഫോം ബോട്ടിൽ തുറന്നിട്ടില്ല, അത് അടച്ചുവെച്ച നിലയിലായിരുന്നു. അങ്ങനെയെങ്കിൽ അഞ്ജനയുടെ ശരീരത്തിലുണ്ടായിരുന്ന ചുരിദാറിന്റെ ഷാൾ ഉപയോഗിച്ചു തന്നെയാകാം അവളുടെ കഴുത്തിൽ കുരുക്കിട്ടതെന്ന് പോലീസ് ഉറപ്പിച്ചു. അങ്ങനെയെങ്കിൽ ക്ലോറോഫോം വാങ്ങാൻ കഴിയുന്ന ഏതോ വ്യക്തികളാകാം കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് ഉറപ്പിച്ചു. അതുമാത്രമല്ല, കോളേജുകളിലെ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ക്ലോറോഫോമാണ് സംഭവസ്ഥലത്തു നിന്ന് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അഞ്ജനയുടെ കോളേജുമായി ഈ കൊലപാതകത്തിന് ബന്ധമുണ്ടാകാമെന്ന് പോലീസ് കരുതി. കോളേജിലെ ലാബുമായി ബന്ധപ്പെട്ടുള്ള ജീവനക്കാർ, ലെക്ചേഴ്സ് എന്നിവർക്കാണ് ലാബുമായി ബന്ധമുള്ളത്. അവരെയൊക്കെ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം രഹസ്യമായ ഒരു അന്വേഷണം ആരംഭിച്ചു. ഇതോടൊപ്പം തന്നെ പോലീസ് സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം സൈബർ സെൽ വിഭാഗം അഞ്ജനയുടെ കോൾ ഡേറ്റ റെക്കോർഡുകൾ കൂടി പരിശോധിച്ചു തുടങ്ങി. കോൾ ഡേറ്റ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ ഒരു നമ്പറിലേക്ക് അഞ്ജന സ്ഥിരമായി വിളിച്ചിട്ടുള്ളത് പോലീസ് കണ്ടെത്തി. ആ നമ്പറിൽ നിന്ന് തിരികെ അഞ്ജനയെയും വിളിച്ചിട്ടുണ്ട്. ആ നമ്പർ പരിശോധിച്ചപ്പോൾ അഞ്ജനയുടെ നാട്ടിൽ തന്നെ വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരു രാജേഷ് എന്ന വ്യക്തിയുടെ നമ്പറാണെന്ന് പോലീസിന് മനസ്സിലായി. പോലീസ് സംഘം ഉടൻ തന്നെ രാജേഷിനെ കണ്ടെത്തുകയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തു. അഞ്ജനയും താനുമായി കുറെ അധികം നാളുകളായി അടുപ്പത്തിലായിരുന്നു എന്നും എന്നാൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി അഞ്ജന തന്നിൽ നിന്നും ഒരകലം പാലിക്കുകയാണെന്നും അഞ്ജന തനിക്ക് പഠിക്കണമെന്ന് തന്നോട് പറഞ്ഞു എന്നും അങ്ങനെ തങ്ങൾ തമ്മിൽ ഇപ്പോൾ വലിയ കോണ്ടാക്റ്റിലൊന്നും അല്ലായിരുന്നു എന്നും രാജേഷ് പോലീസിനോട് പറഞ്ഞു. അവളുടെ സംസാരത്തിലൊക്കെ തനിക്ക് എന്തോ ചില സംശയങ്ങളുണ്ടെന്നും കോളേജുമായി ബന്ധപ്പെട്ട് എന്തോ സംഭവമുണ്ടെന്ന് തനിക്ക് തോന്നുന്നു എന്നും രാജേഷ് പോലീസിനെ അറിയിച്ചു. എന്നാൽ കോളേജുമായി ബന്ധമുള്ള ആ സംഭവം എന്താണെന്ന് മാത്രം അഞ്ജന തന്നോട് പറഞ്ഞിരുന്നില്ല എന്നും അയാൾ പോലീസിനോട് സൂചിപ്പിച്ചു. അഞ്ജനയ്ക്ക് കോളേജുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ എന്ന് നേരത്തെ തന്നെ പോലീസിനുണ്ടായിരുന്ന സംശയമാണ്. ഇപ്പോൾ അതേ സംശയം തന്നെയാണ് അഞ്ജനയുമായി അടുപ്പമുണ്ടായിരുന്ന രാജേഷും പോലീസിനോട് സൂചിപ്പിച്ചിരിക്കുന്നത്. പോലീസ് സംഘം ഉടൻ തന്നെ അഞ്ജനയുടെ സുഹൃത്തായ സൗമ്യയുമായി വീണ്ടും ഒന്ന് സംസാരിച്ചു. അഞ്ജന അവസാനമായി തന്റെ പ്രണയബന്ധത്തെക്കുറിച്ച് എന്നാണ് സൗമ്യയോട് സംസാരിച്ചതെന്നായിരുന്നു പോലീസിന് അറിയേണ്ടിയിരുന്നത്. എന്നാൽ അഞ്ജന മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് വരെ തനിക്ക് ആ പ്രണയം ഇപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം അവൾ തന്നെ അറിയിച്ചിരുന്നു എന്ന് സൗമ്യ പോലീസിനോട് പറഞ്ഞു. അക്കാര്യത്തിൽ പോലീസിന് സംശയം തോന്നി. കാരണം അഞ്ജനയുമായി അടുപ്പമുണ്ടായിരുന്ന രാജേഷിന്റെ മൊഴി അനുസരിച്ച് അവർ തമ്മിലുള്ള ബന്ധം ഏകദേശം ഒരു മാസം മുൻപ് അവസാനിപ്പിച്ചതാണ്. എന്നാൽ അഞ്ജനയുടെ സുഹൃത്തായ സൗമ്യയുടെ മൊഴി അനുസരിച്ച് ഒരാഴ്ച മുമ്പ് വരെ അഞ്ജന തനിക്കുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് സൗമ്യയോട് പറഞ്ഞിട്ടുണ്ട്. രാജേഷ് അല്ലാതെ മറ്റാരെങ്കിലുമായി ഇനി അഞ്ജനയ്ക്ക് അടുപ്പമുണ്ടോ എന്ന് പോലീസിന് സംശയം തോന്നി. ഈ സമയത്തായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ തന്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയം ഡിവൈഎസ്പി അറിയിച്ചത്. അഞ്ജനയുമായി അടുപ്പമുണ്ടായിരുന്ന രാജേഷിനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ മനഃപൂർവ്വം നോർമലായി അഭിനയിച്ചതുപോലെ തനിക്ക് തോന്നിയെന്നാണ് ആ പോലീസുകാരൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പോലീസുകാർ വീണ്ടും രാജേഷിനെ ചോദ്യം ചെയ്ത ആ വിഷ്വൽസ് ഒക്കെ ഒന്നുകൂടി കണ്ടു നോക്കി. അത് കണ്ടു നോക്കിയ മറ്റുള്ള പോലീസുകാർക്കും അങ്ങനെ ഒരു സംശയം തോന്നി. നോർമൽ അല്ലാത്തൊരു വ്യക്തി താൻ നോർമലാണ് എന്ന് അഭിനയിച്ച് ഫലിപ്പിക്കും പോലെയാണ് രാജേഷിന്റെ പ്രകടനം. ചില ചോദ്യങ്ങളൊക്കെ പോലീസുകാർ ചോദിക്കുമ്പോൾ രാജേഷിന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ട്. കയ്യിലെ വിറയൽ പോലീസുകാർ കാണാതിരിക്കുന്നതിനായി രാജേഷ് തന്റെ കൈകൾ ഇരിക്കുന്ന കസേരയുടെ താഴ്ഭാഗത്തേക്ക് താഴ്ത്തി വെക്കുന്നുണ്ട്. രാജേഷിനെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് ഡിവൈഎസ്പി ഉടൻ തന്നെ പോലീസുകാർക്ക് നിർദ്ദേശം നൽകി. അങ്ങനെ പോലീസ് സംഘം രാജേഷിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി.
രാജേഷിനെ ഇത്തവണ വിളിച്ചു വരുത്തിയപ്പോൾ ഫോറൻസിക് സംഘത്തെ കൂടി പോലീസുകാർ നേരത്തെ തന്നെ തയ്യാറാക്കി നിർത്തിയിരുന്നു. ഫോറൻസിക് സംഘം സ്റ്റേഷനിലേക്ക് എത്തിയ രാജേഷിന്റെ കൈവിരലുകൾ പരിശോധിച്ചു തുടങ്ങി. എന്നാൽ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടെത്താനായില്ല. രാജേഷ് സംഭവസ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ആ പ്രദേശത്തുള്ള മണ്ണോ അല്ലെങ്കിൽ സംഭവം നടക്കുന്നതിനിടയിൽ സംഘട്ടനമുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ ശരീരത്തിലെ തൊലിയുടെ അംശമോ എന്തെങ്കിലും രാജേഷിന്റെ കൈവിരലുകൾക്കിടയിൽ പതിയേണ്ടതാണ്. ഇവിടെ അങ്ങനെയൊന്നും പതിഞ്ഞിട്ടില്ല. ഫോറൻസിക് സംഘം തങ്ങൾക്കുള്ള സംശയം ഉടൻ തന്നെ ഡിവൈഎസ്പി അറിയിച്ചു. സംഭവം നടന്നിട്ട് കുറച്ച് ദിവസമായതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ തന്നെ അവയൊക്കെ കഴുകിക്കളയാൻ എളുപ്പമാണ്. രാജേഷ് ഇക്കാര്യത്തിൽ പ്രതിയാണെങ്കിൽ അയാൾ നിരവധി തവണ കുളിക്കുകയും അത്തരത്തിലുള്ള തെളിവുകളൊക്കെ മായ്ച്ചു കളയുകയും ചെയ്തിരിക്കാം. ഈ സമയത്താണ് രാജേഷിന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ഒരു ചരട് ഡിവൈഎസ്പിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. വെറുതെ ആ ചരടിന്റെ ഒരു ഭാഗം ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ എന്ന് ഡിവൈഎസ്പി ഫോറൻസിക് സംഘത്തോട് ചോദിച്ചു. ഡിവൈഎസ്പിയുടെ സംശയം തീർക്കാമെന്ന് ഉടൻ തന്നെ ഫോറൻസിക് സംഘവും പറഞ്ഞു. അങ്ങനെ രാജേഷിന്റെ കയ്യിലുണ്ടായിരുന്ന ചരടിന്റെ ഒരു ഭാഗം ഫോറൻസിക് സംഘം മുറിച്ചെടുത്ത് ടെസ്റ്റിന് വിധേയമാക്കി. ഞെട്ടിക്കുന്ന ഒരു ലാബ് റിപ്പോർട്ടായിരുന്നു പുറത്തു വന്നത്. രാജേഷിന്റെ കയ്യിൽ കെട്ടിയിരുന്ന ചരടിന്റെ ഒരു ഭാഗം പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും മണ്ണെണ്ണയുടെ സാന്നിധ്യം കണ്ടെത്തി. അങ്ങനെ തങ്ങൾ പ്രതിയിലേക്ക് എത്തിയെന്ന് പോലീസ് സംഘം ഉറച്ചു വിശ്വസിച്ചു. അവർ അക്കാര്യം രാജേഷിനെ അറിയിക്കുകയും ചെയ്തു. അഞ്ജനയെ കൊലപ്പെടുത്തുന്ന സമയത്ത് മണ്ണെണ്ണ ഉപയോഗിച്ചാണ് അവരുടെ ശരീരം കത്തിച്ചിരിക്കുന്നത്. ആ സമയത്തുണ്ടായിരുന്ന മണ്ണെണ്ണ രാജേഷിന്റെ കയ്യിലെ ചരടിലും പറ്റിപ്പിടിച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ട് ആ കുറ്റകൃത്യം ചെയ്തത് രാജേഷ് തന്നെയാണെന്ന് തങ്ങൾക്ക് മനസ്സിലായി എന്നും ഡിവൈഎസ്പി രാജേഷിനെ അറിയിച്ചു. ഈ സമയത്തായിരുന്നു രാജേഷ് ഞെട്ടിക്കുന്ന ഒരു മറുപടി പറഞ്ഞത്. താൻ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന വ്യക്തിയാണ്. വർക്ക്ഷോപ്പിലെ പണികളുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും മണ്ണെണ്ണ കൈകാര്യം ചെയ്യാറുമുണ്ട്. ആ മണ്ണെണ്ണയുടെ ഓരോ അംശവും തന്റെ ശരീരത്തിലും വസ്ത്രങ്ങളിലും ചരടിലുമൊക്കെ പറ്റിപ്പിടിക്കുന്നതും പതിവാണ്. രാജേഷ് അത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ ഒരു കൊലയാളിയെ കണ്ടെത്തിയെന്നുള്ള പോലീസിന്റെ സർവ്വ ആത്മവിശ്വാസവും നഷ്ടമായി. ഈ സമയത്തായിരുന്നു പോലീസിനെ തേടി മറ്റൊരു വിവരം എത്തുന്നത്. അഞ്ജനയുടെ വീടിന് സമീപത്തുള്ള ഒരു സ്ത്രീയാണ് ചില നിർണായക വിവരങ്ങൾ പോലീസിന് കൈമാറിയിരിക്കുന്നത്. ആ സ്ത്രീ അന്നത്തെ തന്റെ ജോലികൾ പൂർത്തിയാക്കി സംഭവം നടന്ന ആ പാറക്കൂട്ടങ്ങൾക്ക് സമീപമുള്ള റോഡിലൂടെ നടന്നു വരുന്ന സമയത്ത് അഞ്ജന ഒരു വ്യക്തിയുമായി സംസാരിച്ചു നിൽക്കുന്നത് ആ സ്ത്രീ കണ്ടിരുന്നു. അഞ്ജന സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന ആൾ തന്നെയാണ്. ആ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ പണം കടമായി നൽകുന്ന തമിഴനായ രാജു എന്ന വ്യക്തിയായിരുന്നു അത്. പോലീസ് സംഘം ഉടൻ തന്നെ രാജുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. രാജുവിന്റെ കയ്യിൽ നിന്നും അഞ്ജനയുടെ കുടുംബവും പണം കടം വാങ്ങിയിട്ടുണ്ട്. അതിന്റെ ചില തവണകളൊക്കെ മുടങ്ങിയിട്ടുണ്ട്. അതാണ് താൻ അഞ്ജനയുമായി സംസാരിച്ചതെന്ന് അയാൾ പോലീസിനോട് പറഞ്ഞു. രാജുവിൽ നിന്നും സംശയാസ്പദമായ ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. എങ്കിൽ പോലും രാജുവിന്റെ കോൾ ഡാറ്റ റെക്കോർഡുകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ സൈബർ സെല്ലിന് നിർദ്ദേശം നൽകി. ഇതേസമയം തന്നെ അഞ്ജനയുടെ കോളേജിലെ ലാബുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ കേന്ദ്രീകരിച്ചും അവരുടെ മൊബൈൽ ഡാറ്റ റെക്കോർഡുകൾ കേന്ദ്രീകരിച്ചും പോലീസ് സംഘം അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. പോലീസ് അന്വേഷണം ആകെ വഴിമുട്ടി നിൽക്കുന്ന സമയത്തായിരുന്നു സൈബർ സെല്ലിന്റെ ഭാഗത്തു നിന്നും ഒരു ഫോൺ കോൾ ഡിവൈഎസ്പിയെ തേടിയെത്തുന്നത്. അഞ്ജനയുമായി അടുപ്പമുണ്ടായിരുന്ന രാജേഷിന്റെ ഫോണിൽ നിന്നും ഏതോ ഒരു വ്യക്തിയുടെ ഫോണിലേക്ക് നിരന്തരമായി കോളുകൾ പോകുന്നുണ്ട്. ആ ഫോണിൽ നിന്നും തിരികെ രാജേഷിന്റെ ഫോണിലേക്കും കോളുകൾ എത്തിയിട്ടുണ്ട്. അഞ്ജന മരിക്കുന്ന സമയത്ത് വരെ അത് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അഞ്ജനയുടെ മരണത്തിന് ശേഷം ആ കോളുകൾ അത്ര റെഗുലറായി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടുമില്ല. അഞ്ജനയുടെ കൊലപാതകം നടന്ന ദിവസത്തെ അവരുടെ കോൾ ഡേറ്റ റെക്കോർഡുകൾ പോലീസ് സംഘം വിശദമായി പരിശോധിച്ചു. അഞ്ജന അന്നേ ദിവസം പായസവുമായി തന്റെ വീട്ടിൽ നിന്നും കൊച്ചച്ഛന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ആ വീട്ടിൽ നിന്നും അഞ്ജന തിരികെ ഇറങ്ങിയ സമയത്ത് രാജേഷിന്റെ ഫോണിൽ നിന്നും ആ വ്യക്തിയുടെ ഫോണിലേക്ക് ഒരു മിസ്ഡ് കോൾ പോയിട്ടുണ്ട്. പോലീസ് സംഘം ആ മിസ്ഡ് കോൾ ആരുടെ ഫോണിലേക്കാണോ പോയിരിക്കുന്നത് ആ വ്യക്തിയെ ഉടൻ തന്നെ ട്രേസ് ചെയ്തു. അത് മനസ്സിലാക്കിയ പോലീസ് സംഘം രാജേഷിനെ വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. അഞ്ജനയുടെ ഘാതകനെ തങ്ങൾ കണ്ടെത്തിയെന്നായിരുന്നു ഡിവൈഎസ്പി രാജേഷിനോട് പറഞ്ഞത്. ആ വ്യക്തി ആരാണെന്ന് അറിയാൻ തനിക്കും ആഗ്രഹമുണ്ടെന്ന് രാജേഷ് പോലീസുകാരോട് പറഞ്ഞു. ആ വ്യക്തി രാജേഷ് തന്നെയാണെന്ന് തങ്ങൾക്ക് മനസ്സിലായി എന്നും അഞ്ജനയുടെ മരണം സംഭവിച്ച സമയത്ത് ആ പാറക്കൂട്ടങ്ങൾക്ക് സമീപത്തേക്ക് ക്ലോറോഫോമുമായി രാജേഷ് എത്തിയില്ലായിരുന്നു എങ്കിൽ രാജേഷിലേക്ക് തങ്ങൾ ഒരിക്കലും എത്തുകയില്ലായിരുന്നു എന്നും ഡിവൈഎസ്പി രാജേഷിനെ അറിയിച്ചു. ഡിവൈഎസ്പി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് തന്റെ തലയിലേക്ക് അറിയാതെ കൈവച്ചു പോയ രാജേഷ് താൻ ക്ലോറോഫോമുമായി എത്തിയില്ലായിരുന്നു എങ്കിൽ തന്നെ പോലീസ് പിടിക്കില്ലായിരുന്നു അല്ലേ എന്ന് അറിയാതെ പറഞ്ഞുപോയി. തങ്ങൾ പ്രതീക്ഷിച്ച മറുപടി തന്നെയാണ് പോലീസുകാർക്ക് ലഭിച്ചിരിക്കുന്നത്. താൻ പിടിക്കപ്പെട്ടു എന്ന് രാജേഷിന് വ്യക്തമായി. പോലീസുകാരുടെ ചോദ്യം ചെയ്യലുകൾക്ക് മുൻപിൽ രാജേഷ് ഒരു കഥ പറഞ്ഞു. അഞ്ജന സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ആ പരിസരത്ത് വർക്ക്ഷോപ്പ് നടത്തുന്ന ചെറുപ്പക്കാരനായതുകൊണ്ട് തന്നെ രാജേഷ് അഞ്ജനയെ കാണുന്നത് പതിവായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ പരിചയപ്പെടുകയും പരസ്പരം അടുക്കുകയും ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഏകദേശം 1 മാസം മുൻപ് തനിക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല എന്നും കൂടുതൽ പഠിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അഞ്ജന ആ ബന്ധത്തിൽ നിന്നും ഒഴിയുന്നത്. രാജേഷിന് അത് കൂടുതൽ വേദനിപ്പിച്ചു. അഞ്ജനയ്ക്ക് പഠിക്കണമെന്നാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ടൗണിൽ വെച്ച് അഞ്ജന മറ്റൊരു ചെറുപ്പക്കാരനുമായി അടുത്തിടപഴകുന്നതും റെസ്റ്റോറൻറ്റിലിരുന്ന് സംസാരിക്കുന്നതും രാജേഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്.
അഞ്ജനയെ അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ല എന്നും വകവരുത്തണമെന്നും അങ്ങനെയാണ് രാജേഷ് തീരുമാനിച്ചതെന്നും അയാൾ പോലീസിനോട് പറഞ്ഞു. അങ്ങനെ സംഭവം നടന്ന ദിവസം ആ പാറക്കൂട്ടങ്ങൾക്ക് സമീപത്തു കൂടി സ്ഥിരമായി അവളുടെ കൊച്ചച്ഛന്റെ വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്ന അഞ്ജനയെ അവിടെ വെച്ച് തന്നെ രാജേഷ് കണ്ടു. തനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജനയെ ആ പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് എത്തിക്കുകയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി അഞ്ജനയുടെ കഴുത്തിൽ കിടന്നിരുന്ന ഷാൾ ഉപയോഗിച്ച് അവളുടെ കഴുത്ത് വരിഞ്ഞു മുറുക്കി അഞ്ജനയെ കൊലപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ആ ബോഡി ആരും തിരിച്ചറിയാതിരിക്കുന്നതിനായി തന്റെ വണ്ടിയിൽ കരുതിയിരുന്ന മണ്ണെണ്ണ ഉപയോഗിച്ച് അഞ്ജനയുടെ ശരീരം കത്തിച്ചു കളഞ്ഞുവെന്നും രാജേഷ് പോലീസിന് മൊഴി നൽകി. അവളുടെ ശരീരം പൂർണ്ണമായും കത്തിത്തീർന്നോ എന്ന് അറിയുന്നതിനായി തൊട്ടടുത്ത ദിവസം ആ പാറക്കൂട്ടങ്ങൾക്കടുത്തേക്ക് രാജേഷ് എത്തിയിരുന്നു. ആ സമയത്താണ് കാലുകൾ കത്തിയിട്ടില്ല എന്നുള്ള കാര്യം രാജേഷിന് മനസ്സിലായത്. മറ്റെവിടേക്കെങ്കിലും വലിച്ചുകൊണ്ടുപോയിട്ട് ആ മൃതദേഹം ഒന്നുകൂടി കത്തിക്കാമെന്ന് രാജേഷ് ഉറപ്പിച്ചു. അങ്ങനെ അഞ്ജനയുടെ കാലുകളിൽ പിടിച്ച് വലിച്ചപ്പോഴാണ് ശരീരത്തിൽ നിന്നും ആ കാലുകൾ വേർപെട്ട് വന്നതെന്നും അത് കണ്ട് ഭയന്നു പോയ താൻ അവിടെ നിന്നും ഓടിപ്പോയി എന്നും രാജേഷ് പോലീസിനോട് പറഞ്ഞു. രാജേഷ് തനിക്കറിയാവുന്ന കഥ പറഞ്ഞു നിർത്തിയതും പോലീസ് സംഘം ഒരു നിർണായകമായ ചോദ്യം ചോദിച്ചു. രാജേഷ് പറയുന്ന കഥയിൽ ചില കാര്യങ്ങളൊന്നും പൊരുത്തപ്പെടുന്നില്ല എന്നും സംഭവം നടക്കുന്ന സമയത്ത് ഏകദേശം 1.5 മണിക്ക് ശേഷം രാജേഷിന്റെ ഫോണിലേക്ക് ഒരു വ്യക്തി മിസ്ഡ് കോൾ അടിച്ചിട്ടുണ്ടെന്നും ഏകദേശം 2:30 മണിയായപ്പോൾ രാജേഷ് തിരിച്ചും മിസ്ഡ് കോൾ അടിച്ചിട്ടുണ്ടെന്ന് തങ്ങൾക്ക് മനസ്സിലായി എന്നും ആ വ്യക്തി ആരാണെന്നുള്ള കാര്യം ഉടൻ തന്നെ തങ്ങളോട് പറയണമെന്നുമായിരുന്നു ഡിവൈഎസ്പി രാജേഷിനോട് പറഞ്ഞത്. മിസ്ഡ് കോളിന്റെ കാര്യം കേട്ടതും രാജേഷിന്റെ മുഖമൊന്ന് വിളറി വെളുത്തു. രാജേഷ് പറഞ്ഞില്ല എങ്കിൽ പോലും ആ വ്യക്തിയെ പോലീസ് സംഘം കണ്ടെത്തി. പിന്നീട് നാട്ടുകാർ കാണുന്നത് കൊല്ലപ്പെട്ട അഞ്ജനയുടെ വീട്ടിലേക്ക് ഒരു വലിയ സംഘം പോലീസുകാർ ജീപ്പിൽ വന്നിറങ്ങുന്ന കാഴ്ചയാണ്. കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് സംഘം അവിടേക്ക് എത്തിയതാണെന്നാണ് നാട്ടുകാർ കരുതിയത്. പോലീസ് ജീപ്പിൽ നിന്നും വിലങ്ങ് വെച്ച് രാജേഷിനെ പോലീസ് സംഘം ആ വീടിന്റെ മുറ്റത്തേക്ക് ഇറക്കുകയും ചെയ്തു. അഞ്ജനയെ കൊലപ്പെടുത്തിയത് രാജേഷ് ആണെന്ന് നാട്ടുകാർക്ക് മുൻപാകെ പോലീസ് സംഘം വിളിച്ചു പറഞ്ഞു. അതുമാത്രവുമല്ല, അഞ്ജനയെ കൊലപ്പെടുത്തുന്നതിനു വേണ്ടി രാജേഷിനെ ഒരു വ്യക്തി സഹായിച്ചിട്ടുണ്ടെന്നും ആ വ്യക്തി ഈ വീട്ടിൽ തന്നെയുള്ള ആള് തന്നെയാണെന്നു കൂടി SI പറഞ്ഞതോടെ നാട്ടുകാർക്ക് ആകെ അമ്പരപ്പായി. അഞ്ജനയെ കൊലപ്പെടുത്തുന്നതിനു വേണ്ടി ക്ലോറോഫോം നൽകിയത് ഈ വീട്ടിലുള്ള വ്യക്തി തന്നെയാണെന്ന് പോലീസുകാർ പറഞ്ഞതും അഞ്ജനയുടെ വീട്ടിൽ നിന്നും ഒരു നിലവിളി ശബ്ദം ഉയർന്നു. നിലവിളിച്ചുകൊണ്ട് ഒരു സ്ത്രീ താഴേക്ക് വീഴുകയായിരുന്നു. ആ വീണ സ്ത്രീ മറ്റാരുമല്ല, അഞ്ജനയുടെ സഹോദരി അർച്ചന തന്നെയാണ്. പോലീസുകാർ പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ കഴിയാതെ അഞ്ജനയുടെയും അർച്ചനയുടെയും മാതാപിതാക്കൾ ഞെട്ടിത്തെറിച്ചു നിന്നു. ഈ സമയത്താണ് SI ചില കാര്യങ്ങൾ ആ മാതാപിതാക്കളോട് പറയുന്നത്. അർച്ചന വർക്ക് ചെയ്യുന്നത് ഒരു മെഡിക്കൽ ഷോപ്പിലാണ്. ആ മെഡിക്കൽ ഷോപ്പിൽ നിന്നും വാങ്ങിയ ക്ലോറോഫോമാണ് സംഭവ സ്ഥലത്തു നിന്ന് ലഭിച്ചിരിക്കുന്നത്. പോലീസുകാർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഒരക്ഷരം മിണ്ടാതെ അർച്ചന കണ്ണുകൾ നിറഞ്ഞ് തലകുനിച്ച് അവിടെ ഇരിക്കുകയാണ്. പോലീസുകാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് ആ മാതാപിതാക്കൾ അർച്ചനയോട് പല പ്രാവശ്യം ചോദിച്ചു. അതിനുള്ള മറുപടിയായി അർച്ചന മറ്റൊരു കാര്യം പറഞ്ഞു. തനിക്കൊന്നും അറിയില്ലായിരുന്നു എന്നും ഏതാനും നാളുകൾക്ക് മുൻപ് എന്തോ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ക്ലോറോഫോം വേണമെന്ന് രാജേഷ് തന്നോട് പറഞ്ഞു എന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ ഷോപ്പിൽ നിന്നും താൻ ക്ലോറോഫോം രാജേഷിന് നൽകിയതെന്നും ആ ക്ലോറോഫോം തന്നെ ഉപയോഗിച്ച് എന്റെ അനുജത്തി അഞ്ജനയെ രാജേഷ് കൊലപ്പെടുത്തുമെന്ന് താൻ അറിഞ്ഞിരുന്നില്ല എന്നും അർച്ചന മാതാപിതാക്കളോടും പോലീസുകാരോടും പറഞ്ഞു. അർച്ചന പറഞ്ഞ മറുപടി കേട്ടപ്പോൾ ആദ്യഘട്ടത്തിൽ വീട്ടുകാർക്കും നാട്ടുകാർക്കുമൊക്കെ ഒരാശ്വാസം തോന്നി. അർച്ചനയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണമെന്ന് പോലീസുകാർ ആവശ്യപ്പെടുകയും അർച്ചനയെ അവിടെ നിന്നും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അർച്ചനയെ സ്റ്റേഷനിലെത്തിച്ച് പോലീസ് സംഘം ചോദ്യം ചെയ്തപ്പോൾ അവൾ മറ്റു പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി. യഥാർത്ഥത്തിൽ രാജേഷും അർച്ചനയും തമ്മിലായിരുന്നു അടുപ്പത്തിലായിരുന്നത്. ഒരു ദിവസം അപ്രതീക്ഷിതമായി രാജേഷും അർച്ചനയും തമ്മിലുള്ള പല ഫോട്ടോസും സഹോദരിയായ അഞ്ജന കാണാനിടയായി. അവൾ അക്കാര്യം മാതാപിതാക്കളെ അറിയിക്കുമെന്ന് അർച്ചനയെ ഭീഷണിപ്പെടുത്തി. മാതാപിതാക്കളെ അക്കാര്യം അറിയിക്കാതിരിക്കണമെങ്കിൽ രാജേഷുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്നും അഞ്ജന അർച്ചനയോട് പറഞ്ഞു. അക്കാര്യങ്ങളൊക്കെ അർച്ചന രാജേഷിനെ അറിയിച്ചിരുന്നു. സഹോദരി അഞ്ജലിയെ താൻ ഒറ്റയ്ക്ക് കണ്ടെന്ന് സംസാരിക്കാമെന്ന് രാജേഷ് അർച്ചനയെ അറിയിച്ചു. എല്ലാ ഞായറാഴ്ചകളിലും പതിവായി കൊച്ചച്ഛന്റെ വീട്ടിലേക്ക് അഞ്ജന പോകാറുണ്ട്. ആ സമയത്ത് അവളെ ഒറ്റയ്ക്ക് കണ്ട് സംസാരിക്കാൻ കഴിയുമെന്നുള്ള കാര്യം അർച്ചന രാജേഷിനോട് പറഞ്ഞു. അങ്ങനെയായിരുന്നു സംഭവം നടന്ന ദിവസം അഞ്ജന വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അർച്ചന രാജേഷിന്റെ ഫോണിലേക്ക് മിസ്ഡ് കോൾ അടിച്ചത്. അർച്ചനയുടെ മിസ്ഡ് കോൾ എത്തി ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ രാജേഷ് അർച്ചനയുടെ ഫോണിലേക്ക് മിസ്ഡ് കോൾ അടിച്ചു. അപ്പോഴേക്കും രാജേഷ് അഞ്ജലിയുമായി സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കി കാണുമെന്നുള്ള സന്തോഷത്തിലായിരുന്നു അർച്ചന ഉണ്ടായിരുന്നത്. രാജേഷുമായി തനിക്കുള്ള ബന്ധം ഇനി വീട്ടിൽ അറിയിക്കാൻ സഹോദരി സപ്പോർട്ടായി നിൽക്കുമെന്ന് കരുതി അർച്ചന ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ വൈകുന്നേരമായി അഞ്ജന വീട്ടിലേക്ക് മടങ്ങി വരാത്ത സാഹചര്യത്തിലായിരുന്നു അർച്ചന അവരുടെ കൊച്ചച്ഛന്റെ വീട്ടിലെത്തിയത്. പിന്നീട് തൊട്ടടുത്ത ദിവസം പാറക്കൂട്ടങ്ങൾക്കിടയിൽ അഞ്ജനയുടെ മൃതദേഹം കിടക്കുന്നു എന്നുള്ള വാർത്തയായിരുന്നു അർച്ചനയെ തേടിയെത്തിയത്. ആ വാർത്ത കേട്ട അർച്ചന തീർത്തും നടുങ്ങിപ്പോയി. രാജേഷും അഞ്ജനയും തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ വാക്കുതർക്കമുണ്ടാവുകയും രാജേഷ് അബദ്ധവശാൽ അഞ്ജലിയെ കൊലപ്പെടുത്തിയതാകുമെന്നും അർച്ചന കരുതി. അവൾ അക്കാര്യം ആരോടും പറയാതെ മൂടിവെക്കുകയും ചെയ്തു. രാജേഷും അർച്ചനയും തമ്മിലുള്ള ബന്ധം അഞ്ജലി എന്തുകൊണ്ടാണ് എതിർത്തതെന്ന് പോലീസുകാർ അർച്ചനയോട് ചോദിച്ചു. ഒരുപക്ഷെ തനിക്ക് ഇതിലും നല്ല ബന്ധം കിട്ടുമെന്ന് കരുതിയാകും സഹോദരി അഞ്ജന ആ ബന്ധത്തിൽ എതിർത്തതെന്ന് അർച്ചന പോലീസുകാർക്ക് മറുപടി പറഞ്ഞു. അപ്പോൾ സ്വന്തം സഹോദരി അഞ്ജനയെ അർച്ചനയ്ക്ക് ഇതുവരെയായിട്ടും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്
പോലീസ് സംഘം രാജേഷിന്റെ ഫോണിൽ കുറെ അധികം ചിത്രങ്ങൾ അർച്ചനയെ കാണിച്ചു കൊടുത്തു. ആ ചിത്രങ്ങളിലേക്ക് നോക്കിയ അർച്ചന ആകെ നടുങ്ങിപ്പോയി. അഞ്ജനയും രാജേഷും തമ്മിലുള്ള അടുപ്പം വെളിവാകുന്ന ഒരുപാട് ചിത്രങ്ങളായിരുന്നു രാജേഷിന്റെ ഫോണിൽ ഉണ്ടായിരുന്നത്. അർച്ചനയും രാജേഷും ഇടയ്ക്കിടെ പോകാറുണ്ടായിരുന്ന അതേ പാറക്കൂട്ടങ്ങൾക്ക് മുകളിലിരുന്ന് രാജേഷും അഞ്ജനയും തമ്മിൽ ഫോട്ടോസ് എടുത്തിരിക്കുന്നു. ഞെട്ടിപ്പോയ അർച്ചന സ്റ്റേഷനിലുണ്ടായിരുന്ന രാജേഷിന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴേക്കും അയാൾ മറുപടിയൊന്നും പറയാനില്ലാതെ തല കുമ്പിട്ടിരിക്കുക തന്നെയായിരുന്നു. അഞ്ജനയുമായി പ്രണയത്തിലായിരുന്ന അതേ സമയത്ത് തന്നെയാണ് രാജേഷ് സഹോദരിയായ അർച്ചനയുമായും പ്രണയത്തിലായിരിക്കുന്നത്. അർച്ചനയും രാജേഷും തമ്മിലുള്ള അടുപ്പം വെളിവാകുന്ന ഫോട്ടോസൊക്കെ അഞ്ജന കണ്ട സമയത്ത് അവൾ രാജേഷുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും അർച്ചനയോടും ആ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. രാജേഷ് പ്ലാൻ ചെയ്തു തന്നെയാണ് അഞ്ജനയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയ അർച്ചന സ്റ്റേഷനിലിരുന്ന് ഉറക്കെ നിലവിളിച്ച് കരഞ്ഞു തുടങ്ങി. തന്റെ ഷോപ്പിലെ ആവശ്യത്തിന് വേണ്ടി ക്ലോറോഫോം വേണമെന്ന് പറഞ്ഞുകൊണ്ട് രാജേഷ് നേരത്തെ തന്നെ അർച്ചനയെ ഉപയോഗിച്ച് ക്ലോറോഫോം വാങ്ങി കരുതി വെച്ചിരുന്നു. സംഭവം നടന്ന ദിവസം അഞ്ജനയും രാജേഷും തമ്മിലുള്ള സംസാരം അതിരുവിടുകയും ഒരു സംഘട്ടനത്തിന്റെ വക്കിലെത്തുകയും ചെയ്തു. അഞ്ജനയെ ബോധം കെടുത്തുന്നതിന് വേണ്ടി നേരത്തെ ക്ലോറോഫോം കരുതി വെച്ചിരുന്നെങ്കിൽ പോലും ആ സമയത്ത് അഞ്ജനയുടെ കഴുത്തിലുണ്ടായിരുന്ന ഷോൾ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചാണ് രാജേഷ് അഞ്ജനയെ കൊലപ്പെടുത്തിയത്. അതിനുശേഷം തന്റെ കൈവശം കരുതിയിരുന്ന മണ്ണെണ്ണ ഉപയോഗിച്ച് അവളുടെ ശരീരം കത്തിക്കുകയും ചെയ്തു. പോലീസ് നായ മണം പിടിച്ചെത്താതിരിക്കുന്നതിന് വേണ്ടിയാണ് രാജേഷ് മഞ്ഞൾപ്പൊടി അവിടെയെല്ലാം വാരി വിതറിയത്. രാജേഷുമായി തെളിവെടുപ്പ് പൂർത്തിയാക്കിയ പോലീസ് സംഘം രാജേഷിനെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.